വെറുതെ അവരെ കാശ് വാരി ഇറങ്ങിയിട്ട് കാര്യമില്ല. അതെങ്ങനെ എറിയുന്നു എന്നതിലാണ് കാര്യം. ഇപ്പം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് കാശ് വാരി ഇറങ്ങി ടൈറ്റിലും കിരീടമൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ ഫണ്ട് എറിയാൻ കപ്പാസിറ്റി ഉള്ള ഒരു ടീമിന്റെ കയ്യിലാണ് ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ ഉള്ളത്, ഇമാമി ഗ്രൂപ്പ്. ഇമാമി ഗ്രൂപ്പ് ഈസ്റ്റ് ബംഗാളിന് വേണ്ടി നല്ല ഫണ്ട് വാരി എറിയുന്നുണ്ട്. പക്ഷേ എത്ര ഫണ്ട് വാരി എറിഞ്ഞിട്ടും അവരെങ്ങോട്ട് എത്തുന്നില്ല എന്നുള്ളതാണ് സത്യം. ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ അവർ 10 കോടിയിലധികം രൂപ ട്രാൻസ്ഫർ വിൻഡോയിൽ ചിലവഴിച്ചിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിനകത്ത് സീസൺ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഏതാണ് 5 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും അവർക്ക് ഇന്ത്യൻ സൂപ്പർ ലീഗിലും സമ്പൂർണ്ണ പരാജയമാവാനേ പറ്റുന്നുള്ളൂ. അത് കഴിഞ്ഞ് AFC ചലഞ്ച് ലീഗിൽ പോയി അവിടെയും പൊട്ടിനാറി പണ്ടാരടങ്ങുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. അവർ ISL എക്സ്പീരിയൻസ് ഉള്ള പ്ലേയേഴ്സ് പൂള് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് പണ്ട് ബ്ലാസ്റ്റേഴ്സ് കളിച്ച റാഫേൽ ബെസിബോളിയെ പോലെയുള്ള താരങ്ങളെ ISL എക്സ്പീരിയൻസ് എന്ന ഒറ്റ കാരണം കൊണ്ട് തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നു. അതുപോലെ ഇവിടുത്തെ ചാമ്പ്യന്മാരായ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ ഒരു ബംഗ്ലാദേശ് ക്ലബിന് വേണ്ടി 2 തവണ മലത്തി അടിച്ചു എന്നുള്ള ഒരൊറ്റ കാര്യം കൊണ്ട് ബംഗ്ലാദേശി ക്ലബിൽ നിന്നും നമ്മുടെ ഓസ്കാർ ബുസോൺ എന്ന് പറയുന്ന പരിശീലകനെ കൊണ്ടുവരുന്നു. മികച്ച താരങ്ങളെ കൊണ്ടുവരുന്നു. ഇന്ത്യൻ ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ട്രാൻസ്ഫർ ഫീസ് കൊടുത്ത് ജീക്സൺ സിംഗ് തനോജത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് വെക്കുന്നു. പിന്നെ കഴിഞ്ഞ സീസണിലെ ഗോൾഡൻ ബൂട്ട് ജേതാവായിരുന്ന ദിമിത്രിയോസ് ഡിമന്റോക്കോസിനെ വലിയ പ്രതിഫലം ഓഫർ ചെയ്ത് കൊണ്ടുപോകുന്നു. അങ്ങനെ ഏറ്റവും കൂടുതൽ പൈസ തങ്ങളെ കൊണ്ട് എങ്ങനെയൊക്കെ ഇറക്കാമോ അങ്ങനെയെല്ലാം ഇറക്കിയിട്ട് പോലും എങ്ങുമെത്താൻ കഴിയാതെ മറ്റൊരു സീസൺ അവസാനിപ്പിക്കുകയാണ് വളരെ ദുരന്തപൂർണ്ണമായിട്ട് ഈസ്റ്റ് ബംഗാൾ. അപ്പം പൈസ ഒരുപാട് വാരി എറിയുന്നതിനകത്തല്ല കാര്യം, കൃത്യമായിട്ട് ക്യാഷ് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നതിലാണ് കാര്യം എന്ന് ഈസ്റ്റ് ബംഗാൾ തെളിയിക്കുമ്പോൾ, അതുപോലെ തന്നെ കൃത്യമായിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് വളരെ മികച്ച പെർഫോമൻസോടുകൂടി തങ്ങളുടെ പ്രൊഫൈൽ തന്നെ വാപ്പ് ഔട്ട് ചെയ്തിരിക്കുകയാണ് നമ്മളുടെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്. അപ്പം 2 ടീമുകളും നല്ല പാഠങ്ങളാണ്. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ക്യാഷ് വാരി എറിയുന്നതിനോടൊപ്പം അതെങ്ങനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നു എന്നതിൽ കൂടി വിദഗ്ധരാണ്. ഗോയങ്ക തന്റെ ടീമിനെ ചാമ്പ്യന്മാരാക്കി നിലനിർത്തും എന്നുറപ്പാണ്. ഇവിടെ ഇമാമി ഗ്രൂപ്പ് ക്യാഷ് വാരി എറിയുന്നുണ്ട്, പക്ഷേ പെർഫോമൻസ് താഴോട്ട് പോവുകയാണ്. വരുന്ന സീസണുകളിലെങ്കിലും ഇറക്കുന്ന പൈസ വളരെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ ഈസ്റ്റ് ബംഗാളിന് പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് മോഹൻ ബഗാന് ടൈറ്റിൽ കോമ്പറ്റീഷൻ കൊടുക്കാൻ പറ്റും. പക്ഷേ അത് അത്ര എളുപ്പമല്ല. ഇവിടെ ഒരു പ്രോസസ്സ് കൂടി ഉണ്ട്. ഇന്ത്യൻ ഫുട്ബോളിൽ ഒരു ട്രാൻസിഷണൽ പ്രോസസ്സ് കൂടി ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഇത്തിരി കാലതാമസം നേരിട്ടിട്ടാണെങ്കിൽ പോലും മോഹൻ ബഗാന് വെല്ലുവിളിയാവുന്ന തരത്തിൽ ഈസ്റ്റ് ബംഗാൾ എത്തും.